പാലക്കാട് മണ്ഡലത്തിൽ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ ബാക്കി. തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് പര്യവസാനമായി. നഗരത്തെ ഇളക്കിമറിച്ച് മുന്നണികളുടെ കൊട്ടിക്കലാശം. ആവേശ കൊടുമുടിയേറി അണികൾ. 34 ദിനങ്ങൾ നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിന് കൊട്ടിക്കലാശമായി. പാലക്കാട് നഗരത്തിൽ ഉത്സവ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നണികളുടെ കൊട്ടിക്കലാശം നടന്നത്. തീപാറും ആവേശത്തിൽ നടക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിരവധി നാടകീയ സംഭവങ്ങൾക്കാണ് പാലക്കാട് സാക്ഷിയായത്. കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന പി സരിൻ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതു മുതൽ കഴിഞ്ഞ ദിവസം BJPയുടെ മുഖമായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതുവരെയുള്ള രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കൊടുവിലാണ് ആവേശലഹരിയായി മുന്നണികൾ കൊട്ടിക്കലാശം കൊട്ടിക്കയറിയത്. ഉച്ചയ്ക്ക് 2 മണിയോടെ ഒലവക്കോട് ജംഗ്ഷനിൽ നിന്ന് UDFന്റെ കൊട്ടിക്കലാശമാണ് ആദ്യം തുടങ്ങിയത്. പേഴുങ്കര മേഴ്സി കോളേജ്, തിരുനെല്ലായി KSRTC ബസ് സ്റ്റാൻഡ്, IMA ജംഗ്ഷൻ വഴി 5:30 സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. ചലച്ചിത്ര താരവും UDF അനുഭാവിയുമായ രമേശ് പിഷാരടിക്കൊപ്പമാണ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ സമാപന റാലിയിൽ പങ്കെടുത്തത്. തുറന്ന വാഹനത്തിലെത്തിയ രാഹുലിനൊപ്പം സന്ദീപ് വാര്യർ, ഷാഫി പറമ്പിൽ MP, N ഷംസുദ്ദീൻ MLA, PC വിഷ്ണുനാഥ് MLA തുടങ്ങി നിരവധി പേരുണ്ടായിരുന്നു. രാഹുലിന്റെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകൾ ഉയർത്തിയും ത്രിവർണ്ണക്കൊടിയും മുസ്ലിം ലീഗ് പതാകയും തുടങ്ങി പതാകകൾ ആകാശത്തേക്കുയർത്തിയും ബലൂണുകൾ പറത്തിയും താളമേള വാദ്യങ്ങൾക്കൊപ്പം ചുവടുവെച്ചുമാണ് പ്രവർത്തകർ റാലിയിൽ അണിചേർന്ന് ആവേശം പ്രകടിപ്പിച്ചത്. രാഹുലിന്റെ ഫോട്ടോ പതിച്ച ടീഷർട്ടുകൾ അണിഞ്ഞും പ്രവർത്തകർ പ്രകടനത്തിന്റെ ഭാഗമായി. ഉച്ചയ്ക്ക് 2:30 മേലാമുറിയിൽ നിന്ന് NDAയുടെ കൊട്ടിക്കലാശം ആരംഭിച്ചു. ചുണ്ണാമ്പത്തറ, ജൈനിമേട്, കൽപ്പാത്തി, പുത്തൂർ, വലിയപാടം, മണലി ബൈപ്പാസ് വഴി 5:30 സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ, തുഷാർ വെള്ളാപ്പള്ളി എന്നിവരെ ഇടം വലം നിർത്തിയാണ് സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ സമാപന റാലിയിൽ പങ്കെടുത്തത്. തുറന്ന വാഹനത്തിലെത്തിയ കൃഷ്ണകുമാറിനൊപ്പം നിരവധി നേതാക്കളുണ്ടായിരുന്നു. കൃഷ്ണകുമാറിന്റെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകൾ ഉയർത്തിയും പതാക വീശിയും താളമേള വാദ്യങ്ങൾക്കൊപ്പം ചുവടുവെച്ചുമാണ് പ്രവർത്തകർ റാലിയിൽ അണിചേർന്ന് ആവേശം പ്രകടിപ്പിച്ചത്. വൈവിധ്യമാർന്ന നൃത്തങ്ങളും മേളങ്ങളും റാലിക്കകമ്പടിയായി. നരേന്ദ്രമോദിയുടെ ഫോട്ടോ പതിച്ച ടീഷർട്ടുകൾ അണിഞ്ഞ് കുട്ടികൾ വരെ ആവേശത്തോടെ കൊട്ടിക്കലാശത്തിൽ പങ്കുകൊണ്ടു.
വൈകിട്ട് 4 മണിക്ക് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച LDFന്റെ കുട്ടിക്കലാശം ഹെഡ് പോസ്റ്റ് ഓഫീസ് താരേക്കാട് സുൽത്താൻപേട്ട ജംഗ്ഷൻ വഴി 5:30 സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. കാൽനടയായാണ് സരിൻ നേതാക്കൾക്കൊപ്പം എത്തിയത്. പ്രവർത്തകർക്കിടയിലൂടെ എത്തി വോട്ടർമാരെ കണ്ട ശേഷം തുറന്ന വാഹനത്തിലേക്ക് കയറി. മന്ത്രി MP രാജേഷ്, CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു എന്നിവർ സരിനോടൊപ്പം വാഹനത്തിലുണ്ടായിരുന്നു. സരിന്റെ ചിത്രം പതിച്ച പ്ലക്കാർഡുകൾ, വിവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ, പൂക്കാവടി, ചെണ്ടമേളം തുടങ്ങി ആഘോഷപൂർവ്വമാണ് LDFന്റെ കൊട്ടിക്കലാശം നടന്നത്. AK ബാലൻ, KP സുരേഷ് രാജ്, കോൺഗ്രസ് വിട്ട് സരിന് പിന്തുണയറിയിച്ച AK ഷാനിബ് തുടങ്ങി നൂറുകണക്കിന് നേതാക്കളും LDFന്റെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. പാലക്കാട് നഗരത്തെ പൂരനഗരിയാക്കിക്കൊണ്ടാണ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് 3 മുന്നണികളുടെയും റാലി സമാപിച്ചത്. പൊതുതിരഞ്ഞെടുപ്പിനെ വെല്ലുന്ന ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തുന്ന കാഴ്ചയാണ് നഗരത്തിൽ ദൃശ്യമായത്. വമ്പൻ റോഡ് ഷോകളുമായി എത്തിയ മുന്നണികൾക്കൊപ്പം പാട്ടും നൃത്തവുമായി അണിനിരന്ന പ്രവർത്തകർ നഗരത്തെ ജനസാഗരമാക്കി. ഒപ്പം മുന്നണികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനങ്ങളും നഗരത്തിൽ മുഴങ്ങി. വാദങ്ങൾക്കും വിവാദങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും കടന്നാക്രമണങ്ങൾക്കും കളം വിടലിനും ഇടം പിടിക്കലിനും തിരിച്ചടികൾക്കുമൊക്കെ ആഘോഷപൂർവ്വം നടന്ന കൊട്ടിക്കലാശത്തോടെ അന്ത്യമാവുമെന്ന് പ്രതീക്ഷിക്കാം. UTV ന്യൂസ്, പാലക്കാട്.